ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ കറിയാണ്. നമ്മൾ അതിനു വേണ്ടി ഇവിടെ ഒരു 250 ഗ്രാം കഷ്ണം മീൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ജിഞ്ചർ ഗാർലിക് പൗഡർ, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഈ ഫിഷ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജിഞ്ചറും ഗാർലിക്കും, അതായത് ഫ്രഷ് ആയിട്ടുള്ള ജിഞ്ചറും ഗാർലിക്കും യൂസ് ചെയ്യണില്ല. ഈ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പൗഡർ ഇത് ഈസിലി അവൈലബിൾ ആണ്. ഇത് വെച്ചിട്ട് പെട്ടെന്ന് സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു ഫിഷ് കറി ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ മസാല പേസ്റ്റാണ് റെഡിയാക്കാൻ പോകുന്നത്. സോ ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഈ കറിക്ക് നല്ല കളറായിരിക്കും, അതേസമയം എരിവ് കുറവായിരിക്കും. സോ ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, നല്ല എരിവുള്ള ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ ടേമറിക് പൗഡർ. ആദ്യം നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് ഈ ഒരു മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് ആക്ച്വലി ഒരു പേസ്റ്റ് പരുവത്തിൽ വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ല എരിവുള്ള മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഇതൊന്ന് മിക്സ് ചെയ്യാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് എങ്ങാനും ഒരു പവർ ഇഷ്യൂ വന്നാലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫിഷ് റെസിപ്പിയാണ്. നമ്മൾ സാധാരണ പ്രിപ്പയർ ചെയ്യാറുള്ള മീൻ വറ്റിച്ചത് തന്നെയാണ് ഞാൻ ഈ ഒരു മെത്തേഡിലും ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ അതൊരു 1 ടേബിൾ സ്പൂണിലും കൂടുതൽ ഒരിക്കലും ആഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്കൊരു ആർട്ടിഫിഷ്യൽ ഫ്ലേവർ ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കും. സോ ഇപ്പം നമ്മുടെ മസാല മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് പെട്ടെന്ന് എളുപ്പത്തിലൊരു മീൻ കറി പ്രിപ്പയർ ചെയ്യണമെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 5-6 ഉലുവയും ഒരു 1/4 ടീസ്പൂൺ കടുകും കൂടി പൊട്ടിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മൊരിയിച്ചെടുക്കാം. ഇതുപോലെ പ്രിപ്പയർ ചെയ്യുമ്പോഴുള്ള മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കറിക്ക് നല്ല തിക്നെസ്സും കിട്ടും, പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാനും പറ്റും. ഇതൊന്ന് മൊരിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അത് 1 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയിലേക്ക് ഒരു ആർട്ടിഫിഷ്യൽ ടേസ്റ്റ് കിടന്നു വരും. സോ അതുകൊണ്ടാണ് നമ്മൾ പേസ്റ്റ് കുറച്ചും ജിഞ്ചർ ഗാർലിക് പൗഡർ കൂടുതലും ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലേക്കുള്ള ചില്ലി പൗഡറൊക്കെ എരിവിനനുസരിച്ച് വേണം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, നിങ്ങൾക്ക് എന്തോരം ചാറ് വേണോ അതനുസരിച്ചുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുടംപുളി ആഡ് ചെയ്ത് കൊടുക്കും. സോ അതിനു മുമ്പായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക.
ഞാനിവിടെ ഒരു 5 to 6 കഷ്ണം കാളാഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. സോ നിങ്ങൾക്കിത് ഏത് ഫിഷ് വെച്ച് വേണമെങ്കിലും പ്രിപ്പയർ ചെയ്ത് എടുക്കാൻ പറ്റും. ഇത് നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നതാണ് കൊടംപുളി. ഞാനിവിടെ ഒരു 3 കഷ്ണം കൊടംപുളിയാണ് എടുത്തിട്ടുള്ളത്. നല്ല കൊടംപുളിയാണ് ഫിഷ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കറിക്കും ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. എപ്പോഴും ഇതുപോലത്തെ കുറച്ച് നല്ല കൊടംപുളി യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ചാറ് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ ഈ കൊടംപുളി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ തിളച്ചതിന് ശേഷമാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തണുപ്പ് വിട്ടതിന് ശേഷം മാത്രമേ നമ്മൾ മീൻ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. തണുപ്പ് വിടാതെ ഫിഷൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ ഇത് ഭയങ്കരമായിട്ട് ഹാർഡായി പോവും. നമ്മുടെ കറിയിൽ കിടന്നാലും എന്തോരം തിളച്ചാലും ഈ ഫിഷിലേക്ക് ഫ്ലേവർ ഒന്നും പിടിക്കില്ല. സോ അതുകൊണ്ടാണ് നല്ലതുപോലെ തണുപ്പ് വിട്ടതിന് ശേഷം ഇതുപോലെ സോഫ്റ്റ് ആയതിന് ശേഷമാണ് ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഞാനിവിടെ ചെറിയൊരു കഷ്ണം നെയ്യും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അടച്ചു വെച്ച് വേവിച്ചെടുക്കാൻ പോവാണ്. ഇതുപോലെ വേവിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മൾ ചെറുതായിട്ട് ഏതെങ്കിലും വശത്ത് ഇതുപോലെ ഒന്ന് തുറന്നു വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ കറി പെട്ടെന്ന് തിളച്ചു പോവും. ഇതുപോലത്തെ നമ്മൾ റെസിപ്പീസൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്ലോ ആയിട്ട് കുക്ക് ചെയ്താലേ പെട്ടെന്ന് ഫിഷിലേക്ക് ആ ഫ്ലേവർ എല്ലാം കയറി ചെല്ലുള്ളൂ. സോ അതിനു വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത്. നമ്മുടെ കറിക്ക് നല്ല കളറുണ്ട്, എണ്ണയും നല്ലതുപോലെ തെളിഞ്ഞിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഒരു തിക്നെസ് കിട്ടുന്നത് വരെ ഒന്ന് തിളപ്പിക്കാം. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ജിഞ്ചറും ഗാർലിക്കും വെച്ച് കറി പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാളും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു മെത്തേഡിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കറിക്ക് തിക്നെസ് കിട്ടും. അതുപോലെ തന്നെ ഞാനിത് മൺചട്ടിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങൾ മൺചട്ടി വെച്ചിട്ടല്ല ഇത് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഈ ഒരു കൊഴുപ്പ് കിട്ടില്ല. സോ എപ്പോഴും ഇതുപോലത്തെ മീൻ കറിയൊക്കെ വെക്കുമ്പോൾ നല്ല മൺചട്ടിയിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ വെക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് പോരെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ നമ്മുടെ കറി നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കൊരു തിക്നെസ് കിട്ടണ വരെ നമ്മളിതൊന്ന് വറ്റിച്ചെടുത്താൽ മതി. സോ അങ്ങനെ നമ്മുടെ കറി നല്ലതുപോലെ തിളച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കട്ടിയുണ്ട്. ഞാൻ ഈ മൺചട്ടിയിൽ ഇത് വെച്ചുകൊണ്ട് ഇനി ഇതിൽ തന്നെ ഇരുന്ന് ഇത് കുറച്ചുകൂടി കട്ടി വയ്ക്കും. സോ ഇതിൻ്റെ ഫൈനൽ സ്റ്റെപ്പായിട്ട് നമ്മൾ ആസ് യൂഷ്വൽ ഇതിലേക്ക് ഒരു നുള്ള് ഉലുവപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അതുപോലെ തന്നെ 3 തണ്ട് കറിവേപ്പില. അങ്ങനെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ ഇത് ഞാൻ ചട്ടിയിൽ തന്നെ വെച്ചതുകൊണ്ടാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതുപോലെ തിളച്ചുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ നല്ല സ്വാദിഷ്ടമായ ഈസി ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫ്രഷ് ജിഞ്ചറും ഗാർലിക്കും വെച്ചുണ്ടാക്കണ കറിയുടെ അതേ ടേസ്റ്റ് തന്നെ നമുക്കിതുപോലെ മീൻ വറ്റിച്ചെടുക്കുമ്പോഴും കിട്ടും. എപ്പോൾ നമ്മൾ ഫിഷ് കറി ഉണ്ടാക്കുമ്പോഴും നല്ല കുടംപുളി വെച്ചിട്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതിനൊരു പ്രത്യേക ഒരു സ്വാദ് കിട്ടും. സോ ഇതിലും ഈസി ആയിട്ടൊരു റെസിപ്പി ഉണ്ടെങ്കിൽ അത് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. എപ്പോഴും ശ്രദ്ധിക്കുക, ഇതുപോലെ നമ്മൾ ഫിഷ് കറി വെക്കുമ്പോൾ ഒരു 2 to 3 hours വെച്ചതിന് ശേഷം മാത്രമേ നമ്മളിത് സെർവ് ചെയ്യാൻ പാടുള്ളൂ. എങ്കിലേ നമ്മുടെ ഫിഷിലേക്ക് നമ്മുടെ കറിയുടെ ടേസ്റ്റൊക്കെ നല്ലതുപോലെ പിടിക്കുകയുള്ളൂ. സോ എല്ലാവർക്കും ഈ ഈസി ഫിഷ് കറി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ മീൻ വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. സോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. ബൈ ബൈ.